പെട്ടെന്ന് ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കുക ഇല്ലെങ്കിൽ തീ കയറി കത്തുന്നൊക്കെയുള്ള പ്രശ്നമോ കാര്യം, കാരണം ഇതൊക്കെ നല്ല ഹീറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് ഡള്ളാകുന്നുണ്ടെന്നൊക്കെ തോന്നിയാൽ നമസ്കാരം, മാന്നാർ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാന്നാർ ക്രാഫ്റ്റിന്റെ ഉണ്ണിയപ്പക്കാരകളെ പറ്റിയാണ്. മലയാളി എല്ലാം കഴിച്ചിട്ടുള്ള ഒരു സ്നാക്കാണല്ലോ ഉണ്ണിയപ്പം. നമ്മുടെ നാട്ടിലാണ് ഉണ്ണിയപ്പക്കാരലൊക്കെ ഉണ്ണിയപ്പം മാത്രമൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ കേരളം വിട്ട് കഴിഞ്ഞാൽ പനിയാരം പാനാണ്. പനിയാരം പോലുള്ള സ്പൈസി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കും ഉണ്ണിയപ്പക്കാരകൾ. ഉണ്ണിയപ്പക്കാര നമുക്ക് രണ്ട് ഫിനിഷിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇതുപോലുള്ളൊരു പോളിഷ് ആയിട്ടുള്ളൊരു ഫിനിഷ്, രണ്ട് ഇതുപോലെയുള്ള ഒരു റഫ് ആയിട്ടുള്ള ഫിനിഷ്. ഇങ്ങനെ രണ്ട് മോഡലിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള, നമുക്കിപ്പം 3 ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, 7 ആയിക്കോട്ടെ, അങ്ങനെ പല ഉണ്ണിയപ്പങ്ങൾ അറ്റ് എ ടൈം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ മോഡലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് നമുക്ക് വേണം. നമ്മുടെ വീട്ടിലിപ്പോൾ 3 പേരുണ്ട്, ഇല്ലെങ്കിൽ 2 പേരുണ്ട്. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കണ്ടേ. അപ്പോൾ അത് നമുക്ക് ഇത് തമ്മിലുള്ള ഏത് പർച്ചേസ് ചെയ്യണോ അതോ ഇത് പർച്ചേസ് ചെയ്യണോ നമുക്ക് തീരുമാനം എടുക്കണമല്ലോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഡിഫറൻറ്റ് മോഡൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇത് 5 കുഴിയുള്ള ഉണ്ണിയപ്പക്കാരയാണല്ലോ. അപ്പോൾ ഇത് അറ്റ് എ ടൈം നമുക്ക് ഒരു 5 ഉണ്ണിയപ്പം വരെയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്നും ഇതിൻ്റെ ഡയൊക്കെ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഏകദേശം 19 സെൻറ്റിമീറ്ററോളം ഇതിൻ്റെ ഡയ വരുന്നുണ്ട്. ഏകദേശം അതായത് 7.5 ഇഞ്ചോളമാണ് ഇതിൻ്റെ ഡയ വരുന്നത്. പിന്നെ ഹൈറ്റും കൂടി നമുക്ക് നോക്കാം. അല്ലേ, ഏകദേശം ഒരു 5.5-6 സെൻറ്റിമീറ്ററോളമാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. നമുക്കിത് ഫുള്ളി നോക്കുവാണെങ്കിൽ ഇതുണ്ട്, ഏകദേശം ഒരു 24 സെൻറ്റിമീറ്ററോളം 9.5 ഇഞ്ചൊക്കെ ഇതിൻ്റെ വരുന്നുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് ഹാൻഡിൽ ഉൾപ്പെടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ വെയിറ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് ഏകദേശം ഒരു 1.25-1.5 കിലോ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കും ഇതിൻ്റെ വെയിറ്റൊക്കെ. ഇപ്പോൾ ഇത് എത്ര 1.3 ടണ്ണാണിത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും ഒരു 1.25-1.5 കിലോയ്ക്കൊക്കെ ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ വെയിറ്റ് നിൽക്കുന്നത്. ഇതിപ്പോൾ 7 കുഴി ഉണ്ണിയപ്പക്കാരെയാണ്. അറ്റായിട്ട് നമുക്ക് 7 ഉണ്ണിയപ്പം വരെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്നും ഡയൊക്കെ എത്രയാണെന്നും നോക്കാം നമുക്ക്. ഇത് ഏകദേശം ഒരു 8 ഇഞ്ച് ഡയമീറ്റർ ഉണ്ട്. അതായത് ഒരു 20 സെൻറ്റിമീറ്ററൊക്കെയാണ് ഡയ വരുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ ഉൾപ്പെടെ ഏകദേശം ഒരു 10 ഇഞ്ച് ഡയമീറ്റർ വരുന്നു. 26 സെൻറ്റിമീറ്റർ ഇത് വരുന്നുണ്ട്. നമുക്ക് ഇതിന് ഹോൾ എത്രയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഏകദേശം ഒരു 2 ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ വരുന്നത്. നമുക്ക് വെയിറ്റ് കൂടി ഒന്ന് നോക്കാം. ഏകദേശം ഒരു 2 കിലോ ഒക്കെ വെയിറ്റാണ് ഇതിന് വരുന്നത്. 9 കുഴി ഉണ്ണിയപ്പക്കാരെയാണ്. അതായത് അറ്റ് എ ടൈം നമുക്ക് 9 ഉണ്ണിയപ്പോ ഇല്ലെങ്കിൽ പനിയാരോ ഒക്കെ ഉണ്ടാക്കാം. 1 2 3 4 5 6 7 8 9 കുഴി. അപ്പോൾ നമുക്കിതിൻ്റെ ഡയമീറ്റർ എത്ര ഉണ്ടെന്നും കൂടി നോക്കാം. നമുക്ക് ഇതേ കണ്ടില്ലേ, 23 സെൻറ്റിമീറ്റർ, അതായത് 9 ഇഞ്ചോളം ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ട്. നമുക്ക് ഹാൻഡിൽ ഉൾപ്പെടെ എത്ര വരുമെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഹാൻഡിൽ ഉൾപ്പെടെ 11 ഇഞ്ചാണ് ഇത് വരുന്നത്. ഏകദേശം 28 സെൻറ്റിമീറ്ററാണ് ഇത് വരുന്നത്. നമുക്കിതിൻ്റെ കുഴിയുടെ ഡയമീറ്ററും കൂടി ഒന്ന് നോക്കാം. 2 ഇഞ്ച്, അറൗണ്ട് 2 ഇഞ്ച് 5 സെൻറ്റിമീറ്ററൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹോളിൻ്റെ ഡയമീറ്റർ വരുന്നത്. നമുക്ക് ഹൈറ്റ് കൂടി ഒന്ന് നോക്കിയേക്കാം. 6 സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെയാണ് ഇതിന് വരുന്നത്. നമുക്ക് വെയിറ്റ് കൂടി ഒന്ന് നോക്കിയേക്കാം. 2,300, അപ്പോൾ 2.25 കിലോ 2.5 കിലോ വെയിറ്റിലൊക്കെ ഇത് നിൽക്കുന്നതാണ്. അതപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ ഉണ്ണിയപ്പക്കാര, 3 കുഴിയുള്ള 1 2 3 കുഴിയുള്ള ഉണ്ണിയപ്പക്കാര. അപ്പോൾ നമുക്ക് ഇതിന് എത്ര ഡയമീറ്റർ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. അതെ, 7 ഇഞ്ച്, ഏകദേശം 7 ഇഞ്ച്, അതായത് 17 സെൻറ്റിമീറ്ററൊക്കെയാണ് ഇതിൻ്റെ ഡയ വരുന്നത്. നമുക്കിത് ഹൈറ്റ് കൂടി ഒന്ന് നോക്കിയേക്കാം. 5 സെൻറ്റിമീറ്റർ, ഏകദേശം 2 ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ ഹോളിൻ്റെയും കൂടെ നമുക്കൊന്ന് ഡയ നോക്കാം എത്ര വരുമെന്ന്. ഹോള് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്ററൊക്കെ, 1.5 ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ വരുന്നത്. നമുക്ക് വെയിറ്റ് ഒന്ന് നോക്കാം. 430, അത് ഒരു 1.5 കിലോ, ഏകദേശം 1.25-1.5 കിലോ ഒക്കെയാണ് ഇതിന് വെയിറ്റ് വരുന്നത്. ഇതിപ്പോൾ 5 കുഴിയുള്ള പോളിഷ് ഉണ്ണിയപ്പക്കാരെയാണ്. 1 2 3 4 5 കുഴിയുണ്ട്. നമുക്കിതിന് ഡയമീറ്റർ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 7 ഇഞ്ച് ഡയമീറ്റർ ഇതുണ്ട്. ഏകദേശം ഒരു അപ്പോൾ എത്ര 18 സെൻറ്റിമീറ്റർ. നമുക്ക് ഹൈറ്റ് കൂടി നോക്കാം. 5 സെൻറ്റിമീറ്റർ, അത് 2 ഇഞ്ച് തന്നെയൊക്കെയാണ് ഹൈറ്റ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഹാൻഡിൽ ഉൾപ്പെടെ എത്ര ഹൈറ്റ് ഉണ്ടെന്നും കൂടി ഒന്ന് നോക്കാം. 8 സെൻറ്റിമീറ്റർ, ഏകദേശം ഒരു 3 ഇഞ്ചോളമാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. വെയിറ്റ് കൂടി നമുക്ക് നോക്കാം. 535, ഒരു 1.5 കിലോ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത് 7 കുഴിയുള്ള ഉണ്ണിയപ്പക്കാരെയാണ്. 1 2 3 4 5 6 7 കുഴിയുണ്ട്. നമുക്കിതിൻ്റെ ഡയമീറ്റർ ഒന്ന് നോക്കാം. ഏകദേശം ഒരു 7.5 ഇഞ്ചോളമാണ് ഡയമീറ്റർ, അതായത് 19 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഹൈറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേണ്ടേ ഒരു 6 സെൻറ്റിമീറ്ററൊക്കെ ഹൈറ്റ് വരും. അതെല്ലാം നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 8
8.5 സെൻറ്റിമീറ്റർ ഒക്കെയാണ് ഹാൻഡിൽ ഉൾപ്പെടെയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. നമുക്ക് വെയിറ്റ് കൂടി ഒന്ന് നോക്കാം. 1,825, അതായത് ഒരു 1.25 കിലോ 2 കിലോയ്ക്കൊക്കെ ഇടയ്ക്കായിട്ടായിരിക്കും 7 കുഴി ഉണ്ണിയപ്പക്കാരയുടെ വെയിറ്റ് വരുന്നത്. ഇത് 9 കുഴി ഉണ്ണിയപ്പക്കാരയാണ്. 1 2 3 4 5 6 7 8 9 കുഴിയുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡയമീറ്റർ എത്ര ഉണ്ടെന്ന് നോക്കാം. ഏകദേശം ഒരു 9 ഇഞ്ചോളമാണ് ഡയമീറ്റർ, അതായത് ഒരു 23 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഇത് ഹൈറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 2.5 ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഹാൻഡിൽ ഉൾപ്പെടെ വരുമ്പോഴത്തേക്ക് ഒരു 9 സെൻറ്റിമീറ്റർ, ഒരു 3.5 ഇഞ്ചാണ് ഹാൻഡിൽ ഉൾപ്പെടെ വരുമ്പോഴത്തേക്ക് ഹൈറ്റ് വരുന്നത്. നമുക്കിതിൻ്റെ ഹോളിൻ്റെയും കൂടി ഒന്ന് നോക്കിയേക്കാം. അതായത് ഏകദേശം ഒരു 4.5 സെൻറ്റിമീറ്റർ ഒക്കെയാണ് ഇതിൻ്റെ ഹോള് വരുന്നത്. വെയിറ്റ് കൂടി നമുക്ക് നോക്കാം. 2.25 കിലോ ഉണ്ട്. അപ്പം ഏകദേശം ഒരു 2.25 3 ഇല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് 11 കുഴിയുള്ള ഉണ്ണിയപ്പക്കരാണ്. അതായത് അറ്റ് എ ടൈം നമുക്ക് 11 ഉണ്ണിയപ്പോ ഇല്ലെങ്കിൽ പനിയാരോ ഇതിൻ്റെ അകത്ത് അറ്റ് എ ടൈം നമുക്ക് ഉണ്ടാക്കാം. 1 2 3 4 5 6 7 8 9 10 11 കുഴിയാണിത്. അപ്പം നമുക്കിതിൻ്റെ വരുമ്പോഴത്തേക്ക് ഡയമീറ്റർ ഏകദേശം ഒരു 26 സെൻറ്റിമീറ്റർ, അതായത് ഒരു 10 ഇഞ്ച്, അറൗണ്ട് 10 ഇഞ്ച് തന്നെയാണ് ഇത് വരുന്നത്. ഇതിന് ഹൈറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 6.5 സെൻറ്റിമീറ്ററൊക്കെ, അതായത് 2.5 ഇഞ്ചൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ വിത്ത് ഹാൻഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 9 സെൻറ്റിമീറ്റർ, അതായത് ഒരു 3.5 3.25 ഇഞ്ച് ആയിരിക്കും ഇതിന് ഹൈറ്റ് വിത്ത് ഹാൻഡിൽ വരുന്നത്. നമുക്ക് ഹോളും കൂടെ നോക്കാം. ഹോള് നമുക്ക് വരുമ്പോഴത്തേക്ക് 4 സെൻറ്റിമീറ്റർ തന്നെയാണ്, ഒരു 4-4.5 സെൻറ്റിമീറ്ററൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ. അതായത് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു 3.5 സെൻറ്റിമീറ്ററൊക്കെ ഡയ ഉള്ളൊരു ഉണ്ണിയപ്പം ആയിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന്. നമുക്കിതിൻ്റെ ഇനി വെയിറ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 3.25 കിലോ ഏകദേശം. അപ്പോൾ ഒരു 3.25 കിലോ ഒക്കെ എറൗണ്ടുള്ള ഇതായിരിക്കും ഇതിൻ്റെ വെയിറ്റ് നോർമലി വരുന്നത്. കറക്റ്റ് വരത്തില്ല, കാരണം ഒരിക്കലും ബ്രോൺസിൻ്റെ കുക്ക് വെയർസ് ഒന്നും കറക്റ്റായിട്ട് വരത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരും. പക്ഷേ നമുക്കൊരു ഏകദേശം ഒരു 3.25 കിലോ വെയിറ്റ് ഒക്കെ ഇതിന് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിഫറൻറ്റ് മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു 2 പേരേ ഉള്ളൂ, അപ്പോൾ ചെറിയ ഏതെങ്കിലും ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ മതി. അറ്റ് എ ടൈം നിങ്ങളിപ്പം കുറച്ചേ കഴിക്കുന്നുള്ളെങ്കിൽ മതി. അതല്ല നിങ്ങൾ കുറേ ഒരു 4 പേരൊക്കെ ഉണ്ട്, അറ്റ് എ ടൈം എത്ര ഉണ്ണിയപ്പം ഉണ്ടാകും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമല്ലോ. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഏത് മോഡൽ വേണം എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ പനിയാരമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇത് കുക്ക് ചെയ്യേണ്ടതാണ്. ഇത് പ്രീ സീസൺഡ് ആണ്, അതുകൊണ്ട് തന്നെ സീസൺ ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ പുതിയതായിട്ടൊരു ഉണ്ണിയപ്പക്കാരെ വാങ്ങിച്ചു, നേരെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇത് യൂസ് ചെയ്യാം. തേച്ചൊക്കെ കഴുകിയിട്ട് ഒരു സാധാരണ ഒരു മൈൽഡ് ആയിട്ടുള്ള സോപ്പോ കാര്യങ്ങളോ ഡിറ്റർജൻറ്റോ ഒക്കെ യൂസ് ചെയ്ത് ഒരു സോഫ്റ്റ് സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് 1 2 ഒക്കെ ഉണ്ണിയപ്പമൊക്കെ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുകയൊക്കെ കാര്യങ്ങളും ചെയ്യും. അതൊന്നും ഇഷ്യൂ ആക്കണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ അങ്ങ് ആയിക്കോളൂ. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ആദ്യം 2-3 ഉണ്ണിയപ്പമൊക്കെ ഒട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് വറിയൊന്നും ആകണ്ട, അതൊക്കെ നോർമലാണ്. നിങ്ങൾ ഇത്തിരി നാളെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഡള്ളാകുന്നുണ്ടെന്നൊക്കെ തോന്നിയാൽ നിങ്ങൾ വിചാരിക്കരുത് ഇതിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമാണെന്നൊന്നും വിചാരിക്കരുത്. കാരണം അത് നോർമലാണ്. ബ്രോൺസിലുള്ള ഓക്സിഡേഷൻ കാരണം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഫിനിഷൊക്കെ മങ്ങുന്നതാണ്. അത് നിങ്ങൾക്ക് ഇപ്പം ബ്രാസ് ക്ലീനിങ് പൗഡേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് നാരങ്ങയൊക്കെ യൂസ് ചെയ്ത് ഇല്ലെങ്കിൽ ടാമറിൻ്റെ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ വൃത്തിയാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. നിങ്ങളിപ്പം കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇതൊക്കെ നല്ല ഹീറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒരു തുണിയൊക്കെ പിടിച്ചിട്ട് വേണം ഇതൊന്ന് എടുത്ത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നല്ല ചൂടത്ത് ഉടൻ തന്നെ ഇത് വെള്ളത്തിലേക്ക് ഇടല്, കാരണം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നല്ലവണ്ണം കൂളൊക്കെ ആയി കഴിഞ്ഞിട്ട് വേണം ഇത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നോർമലി നിങ്ങളൊരു കുക്ക് വെയർ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യുക. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, മോയ്സ്ചർ കണ്ടന്റ് ഉള്ളിടത്തൊന്നും ഇത് കൊണ്ട് വെക്കരുത്. വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ നിന്ന് തുടച്ചിട്ട് മോയ്സ്ചർ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ വെക്കേണ്ടതാണ്. നമുക്ക് ഈ ഫയർ വുഡിലോ ഇല്ലെങ്കിൽ നോർമൽ സ്റ്റൗവിലൊക്കെ യൂസ് ചെയ്യാം. ഇൻഡക്ഷനിലോ ഓവനിലോ ഒന്നും ബ്രോൺസിൻ്റെ ഒരു കുക്ക് വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നല്ല തിക്കായിട്ടുള്ള ബേസ് ആണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇപ്പോൾ ഒട്ടിപ്പിടിക്കുക ഇല്ലെങ്കിൽ തീ കയറി കത്തുന്നൊക്കെയുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല തിക്കായിട്ടുള്ള ബേസൊക്കെ തന്നെയാണ് ഇത്. ബുബ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല രീതിയിലാണ് ഇത് താഴെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഷേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകും എന്നുള്ളൊരു വറിയേ നിങ്ങൾക്ക് വേണ്ട. മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഈ ഒരു ഉണ്ണിയപ്പക്കാരൻ നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലുണ്ടായിരിക്കും. ഇന്നത് പർച്ചേസ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിൽ കാണും. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, www.manarcraft.com.
manarcraft.com. അതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന. അതല്ല വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറുണ്ട്, വാട്സപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ത്രൂ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും തീർക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ സ്റ്റോറിൽ വന്ന് കാണണമെങ്കിൽ മാന്നാർ, ആലപ്പുഴ ജില്ലയിൽ മാന്നാർ മുസ്ലിം പള്ളിയുടെ നേരെ എതിർവശത്ത് നമ്മുടെ എക്സ്പീരിയൻസ് സെൻറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ വന്ന് കാണാവുന്നതാണ്. അതല്ല നിങ്ങൾക്കൊന്ന് വീഡിയോ കോളൊക്കെ വഴി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. നമ്മുടെ എക്സ്പേർട്സ് അത് നിങ്ങളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്.